പാലക്കാട് കൂട്ടുപാതയിൽ ലഹരിക്കടത്ത് വിസമ്മതിച്ചതിന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ 3 അംഗ സംഘം പിടിയിൽ. വടവന്നൂർ സ്വദേശി അബ്ബാസിനാണ് ലഹരി സംഘത്തിന്റെ മർദ്ദനമേറ്റത്. പിടിയിലായ ഷാജിയും ജിത്തിനും നേരത്തെ കഞ്ചാവ് കടത്ത് കേസിലെ പ്രതികളുമാണ്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇത് വ്യാപകമായി ഈ ലഹരി സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും അതിലൊന്നാണ് ഈ കൂട്ടുപാതയിൽ ലഹരിക്കടത്തിന് വിസമ്മതിച്ചതിന് ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവം. ഏതായാലും ഇപ്പോൾ ഈ 3 അംഗ സംഘം പിടിയിലായിട്ടുണ്ടല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വീണ, ലഹരിക്കടത്ത് വിസമ്മതിച്ചതിന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച യുവാക്കളാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. പാലക്കാട് കൂട്ടുപാതയിൽ വെച്ച് കഞ്ചാവ് കടത്ത് നടത്താൻ വിസമ്മതിച്ചതിന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച യുവാക്കളാണ് പോലീസിന്റെ പിടിയിലായത്. അബ്ബാസ് എന്ന വടവന്നൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്കായിരുന്നു ഈ ലഹരിക്കടത്ത് സംഘത്തിന്റെ മർദ്ദനമേറ്റത്. സംഭവത്തിൽ ചന്ദ്രനഗർ സ്വദേശികളായ ജിതിൻ, അനീഷ്, കൂട്ടുപാത സ്വദേശി വിജേഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കസബ പോലീസാണ് ഈ പ്രതികളെ പിടികൂടിയത്. ഈ മാസം 9-നായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. എന്തായാലും പിടിയിലായ ഷാജിയും ഇതിനും നേരത്തെ കഞ്ചാവ് കടത്ത് കേസിലെ പ്രതികളാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം ഈ ഓട്ടോ ഡ്രൈവറെ കൂട്ടുപാതയിലേക്ക് എത്തിച്ച യുവാവിനും സുഹൃത്തിനുമായിട്ട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ലഹരിക്കടത്ത് വ്യാപകമാവുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അനുദിനം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് MDMA പോലുള്ള മാരക മയക്കുമരുന്നുകൾ ജില്ലയിൽ പിടികൂടുന്നു ഒരു വശത്ത്, മറുവശത്താണെങ്കിൽ ഇത്തരത്തിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അക്രമ സംഭവങ്ങളും വർദ്ധിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. ശരി അരുൺ.